ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി കൂർക്ക ഉപ്പേരി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കൂർക്ക ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം കുക്കറിലേക്ക് നമ്മുടെ കൂർക്ക നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ കൂർക്കപ്പേരി കാച്ചാനായിട്ട് ഒരു 10 ചുള ചുവന്നുള്ളിയും 2 ചുള വെളുത്തുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ചതച്ച മുളകും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ മണം കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ഒരു 5-6 ചുള വരെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ അമ്മയ്ക്ക് വെളുത്തുള്ളിയുടെ മണം അധികം ഇഷ്ടമില്ല എന്ന് പറഞ്ഞ കാരണമാണ് ഞാനിവിടെ 2 ചുള മാത്രം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു 5-6 ചുള വെളുത്തുള്ളിയൊക്കെ ഏത് ഉപ്പേരിയിലേക്കും കാച്ചാനായി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി നല്ലപോലെ ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നാൽ നമ്മൾ നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂത്ത് ഇതുപോലെ നല്ല ബ്രൗൺ നിറമായി കിട്ടിയാൽ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച മുളകും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ചതച്ച മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു 1.5 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഓരോരുത്തരുടെയും മുളകിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന അളവും വ്യത്യാസപ്പെടുത്തണം. പിന്നെ കൂർക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഉള്ളിയും മുളകുമൊക്കെ നല്ല പോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. കൂർക്ക വേവിക്കാനായി 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ വെള്ളം ഒന്നും ഞാൻ മാറ്റി കളയാതെ ആ വെള്ളത്തിന്റെ ഒപ്പമാണ് കൂർക്കയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് നല്ല പോലെ വലിയിപ്പിച്ചെടുക്കണം. നമുക്ക് സ്റ്റവ് ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്ത ശേഷം ഞാൻ നല്ല പോലെ ഈ വെള്ളം ഒന്ന് വലിയിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ കൂർക്കത്തോരൻ വല്ലാതെ ഡ്രൈ ആയിട്ടല്ല തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു ഇത്തിരി ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് ഞാൻ ഈ കൂർക്കത്തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കാൻ താല്പര്യമെങ്കിൽ കൂർക്ക വേവിക്കാനായി 1/2 ഗ്ലാസിന് പകരം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ച കൂർക്ക മാത്രം നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. ഞാൻ ഈ ഒരു പാകമായപ്പോൾ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ നമ്മുടെ കൂർക്കത്തോരൻ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഉപ്പും എരിവുമൊക്കെ നോക്കിയ ശേഷമാണ് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയത്. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. എരിവ് മാത്രം ഒരു സ്വല്പം കൂടുതലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂർക്കത്തോരനിൽ ഇത്തിരി എരിവ് മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വേറെ ഒരു കറിയും വേണ്ട, ഈ കൂർക്കത്തോരൻ മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറുണ്ണാനായിട്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ കൂർക്കത്തോരൻ തയ്യാറാക്കുന്നവരാണെങ്കിൽ കമൻറ്റായി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ രീതിയിലും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ചിലർ ഈ കൂർക്കത്തോരനിൽ കടുകൊക്കെ ചേർക്കുന്നത് കാണാം. ഞാൻ സാധാരണ ഈ രീതിയിലാണ് വെക്കാറുള്ളത്. ഞാൻ സാധാരണ തയ്യാറാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു കൂർക്കത്തോരൻ തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ healthy and be happy. Thank you.